വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നമ്മൾ ഇന്ന് ക്രിസ്മസ് ആണ്, നിങ്ങൾ എല്ലാവരും തിരക്കിലാണെന്നൊക്കെ ടീച്ചർക്ക് അറിയാം. എന്നിരുന്നാലും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം എന്താണ്? ജോലിയല്ലേ. അപ്പൊ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും കുറച്ച് അനുബന്ധ വസ്തുതകളും ഇന്ന് പഠിക്കാം കേട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? അപ്പൊ ആരാണ് ആരംഭിച്ചത്? കേരള സാമൂഹിക നീതി വകുപ്പിന്റെ വെബ് പോർട്ടലിനെ കുറിച്ച് പറയണേ. കേരള സാമൂഹിക നീതി വകുപ്പ് ഇവര് ഒരു വെബ് പോർട്ടൽ ആരംഭിച്ചു. ഈ വെബ് പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ. എന്താണ്? സർക്കാർ സേവനങ്ങൾ, സർക്കാരിൽ നിന്നും കിട്ടുന്ന സേവനങ്ങൾ വീട്ടുപടിക്കൽ, അത്രയും എളുപ്പത്തിൽ നമുക്ക് സർക്കാർ സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സാമൂഹിക നീതി വകുപ്പ് എന്താരംഭിക്കുന്നു? ഒരു വെബ് പോർട്ടൽ ആരംഭിക്കുന്നു. അവർ ആരംഭിച്ച ആ വെബ് പോർട്ടലിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ സുനീതി എന്നാണ് ആ വെബ് പോർട്ടലിന്റെ പേര്. കണ്ടോ? സുനീതി. എന്താണ്? സുനീതി. ഇനി ഓപ്ഷനില് ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്താ പറയാ, വെബ് പോർട്ടലുകളല്ല കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്ന് രണ്ട് പദ്ധതികളെ കുറിച്ചിട്ടാണ്. ആ പദ്ധതികള് ഒന്ന് രണ്ടെണ്ണം നമ്മൾ പഠിച്ചതാണ്. പഠിക്കാത്ത ഒന്ന് രണ്ട് പദ്ധതികളെ കുറിച്ച് ടീച്ചർ പറയാം കേട്ടോ. ഒന്ന് സമന്വയ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. സമന്വയ, അത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അതായത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സാമൂഹിക നീതി വകുപ്പുമായി ചേർന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ആരംഭിച്ച പദ്ധതി. അപ്പോ സമന്വയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. അവരുടെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇത്രയും കാര്യം ഓർത്തു വയ്ക്കുക. ഇത് ഈ സുനീതി എന്ന് പറയുന്ന ഓപ്ഷൻ, എന്താ പറയാ, ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ, സമന്വയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് എന്താ പറയണത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. അടുത്ത ഓപ്ഷൻ മന്ദഹാസാണ്. മന്ദഹാസം അറിയാലോ നിങ്ങൾക്ക്. എന്താണ്? അതായത് കൃത്രിമ പല്ല്, മുതിർന്ന ആൾക്കാർക്ക് കൃത്രിമ പല്ലും അതുപോലെ തന്നെ മറ്റനുബന്ധ ചികിത്സയും ഒക്കെ കൊടുക്കാനായിട്ട് 10,000 രൂപ ധനസഹായം കൊടുക്കാണ്. അപ്പോ എന്താ പറയാ, ദാരിദ്ര്യ രേഖയ്ക്ക് ബി പി എൽ ലിസ്റ്റിലുള്ളവർ അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് 10,000 രൂപ കൃത്രിമ പല്ലുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും അതിന്റെ അനുബന്ധ ചികിത്സയ്ക്കുമായിട്ട് 10,000 രൂപ ധനസഹായം നൽകുന്നു മന്ദഹാസം. അപ്പൊ ഇത് ഓപ്ഷനിലുള്ള രണ്ട് ഓപ്ഷനുകളെ കുറിച്ച് ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലിന്റെ പേര് എന്താന്നാ പറഞ്ഞ? വെബ് പോർട്ടലിന്റെ പേര് സുനീതി. അടുത്തത് നോക്കാം. രാജസ്ഥാനിൽ 2023 രാജസ്ഥാനില് 2023 എന്നാണ്, 2023 പുതിയൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങി, വന്യജീവി സംരക്ഷണ കേന്ദ്രം. അതിന്റെ പേരെന്താണ് എന്നാ ചോദിച്ചേ? പേര് ഇതാണ് മക്കളെ, സോർസൻ. എന്താ പേര്? സോർസൻ. അപ്പൊ രാജസ്ഥാനിൽ 2023 ആരംഭിച്ച വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താണ്? സോർസൻ വന്യജീവി സങ്കേതം. അപ്പൊ സോർസൻ വന്യജീവി സങ്കേതം എവിടെയാണ്? രാജസ്ഥാനിലാണ്. സോർസൻ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ്. ഇനി സോർസൻ മാത്രല്ല, 2023 ഗീച്ചൻ എന്ന വന്യജീവി സങ്കേതവും ഹാമിർഗഡ് എന്ന് പറയുന്ന വന്യജീവി സങ്കേതവും ഇവിടെ തുടങ്ങിയതാണ് എന്നോർത്തു വയ്ക്കുക. അപ്പൊ സോർസൻ, ഗീച്ചൻ, ഹാർമിഗഡ്. എന്താണ്? ഹാമിർഗഡ്. എന്താണ്? ഹാമിർ ആണ് കേട്ടോ. സോർസൻ, ഒന്ന് സോർസൻ, അടുത്ത ഗീച്ചൻ, അടുത്തത് ഹാമിർഗഡ്. എന്താണ്? ഹാമിർഗഡ്. ഇത് മൂന്നും എവിടെ ആരംഭിച്ചതാന്നാ പറയുന്നത്? രാജസ്ഥാനിൽ ആരംഭിച്ച വന്യജീവി സങ്കേതങ്ങളാണെന്ന് ഓർത്തു വയ്ക്കാം. ഈ സോർസൻ വന്യജീവി സങ്കേതത്തെ കുറിച്ചല്ലേ നമുക്ക് ചോദിച്ചേ നമ്മളോട്? അവിടെ സംരക്ഷിക്കപ്പെടുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെയാണ്. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡുകളെ സംരക്ഷിക്കുന്ന രാജസ്ഥാനിലെ വന്യജീവി സങ്കേതം
സങ്കേതമാണ് സോർസൻ. 2023 ആരംഭിച്ചതാണ്. ഗീച്ചനും ഹാമിർഗഡും രാജസ്ഥാനിൽ തന്നെ 2023 ആരംഭിച്ചതാണ് എന്ന് ഓർത്തുവെക്കാം. മനസ്സിലായില്ലേ? ഇനി നമ്മളോട് വേറൊരു കാര്യം കൂടി വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഈ എന്താ പറയാ, ഗിച്ചൻ എന്ന് പറഞ്ഞ ഈ വന്യജീവി സങ്കേതം ഉണ്ടല്ലോ, ഗിച്ചൻ, ഇതിന്റെ പ്രത്യേകത ഇത് ദേശാടന പക്ഷികളുടെ താവളമാണ്. ദേശാടന പക്ഷികളുടെ താവളമായിട്ടുള്ള രാജസ്ഥാനിലെ വന്യജീവി സങ്കേതമാണ് ഗീച്ചൻ ട്ടോ. ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഗീച്ചൻ. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കാണുന്നു സോർസൻ. സോർസനും ഗീച്ചനും ഹാമിർഗഡും എവിടെ തന്നെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാലോ. കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന, അതായത് കുടുംബശ്രീ യൂണിറ്റില് അംഗമായിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചില വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേരെന്ത്? രംഗശ്രീ പദ്ധതി. ക്ലിയർ ആയില്ലേ? അപ്പൊ കുടുംബശ്രീയിൽ ഉള്ള ആൾക്കാരാവുക, കുടുംബശ്രീയിലുള്ളവരാണ്. അതില് കലാവാസനയ്ക്കുള്ള ആൾക്കാരാവണ്ടേ? ആ കലാവാസനയുള്ള ചില സ്ത്രീകളെ എന്താണ് രംഗകലകളിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് രംഗശ്രീ എന്ന് പറയുന്നത് ട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ഇതിലെ ഒരു ഓപ്ഷനാണ് വരയുടെ വെണ്മ. ഏതാണ്? വരയുടെ വെണ്മ. രംഗശ്രീ. അടുത്തൊരു ഓപ്ഷൻ വരയുടെ വെണ്മയാണ്. എന്താണെന്നറിയാമോ? കൊച്ചി മുസിരീസ് ബിനാലെ, നമ്മൾ കൊച്ചി മുസിരീസ് ബിനാലയെ കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ കൊച്ചി മുസിരീസ് ബിനാലെയും അതുപോലെ തന്നെ കുടുംബശ്രീയും, കൊച്ചി മുസിരീസ് ബിനാലെയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച ചിത്രകലാ പരിശീലന കളരി. എന്താണ്? ചിത്രകലാ പരിശീലന കളരിയുടെ പേരാണ് എന്ത്? വരയുടെ വെണ്മ. ചിത്രകല പരിശീലന കളരിയുടെ പേരാണ് എന്ത്? വരയുടെ വെണ്മ. ക്ലിയർ ആയില്ലേ? അപ്പൊ കുടുംബശ്രീയിൽ ഉള്ള ആൾക്കാരിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ രംഗകലകളില് എന്താ പറയുന്നത് പരിശീലനം കൊടുക്കാൻ ആരംഭിച്ചു രംഗശ്രീ. അടുത്തത് കൊച്ചി മുസിരീസ് ബിനാലെയും കുടുംബശ്രീയും കൂടി സഹകരിച്ച് ചിത്രകലയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് വരയുടെ വെണ്മ. ഇനി അടുത്ത ഒരെണ്ണം കൂടി പറയുന്നുണ്ട് കേട്ടോ മക്കളെ, അത് മീനയുടെ ലോകം. എന്താണ്? മീനയുടെ ലോകം എന്നാണ് അടുത്ത പദ്ധതിയുടെ പേര്. ഇതിൽ ഓപ്ഷനിലുള്ള പദ്ധതികളാണ് ടീച്ചർ പറയണേ കേട്ടോ. മീനയുടെ ലോകം എന്താ വെച്ചാ ആകാശവാണി, നമ്മുടെ ആകാശവാണിയിലെ റേഡിയോ ആകാശവാണി, ഈ ആകാശവാണിയിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീയുടെ പ്രതിവാര പരിപാടിയാണ്. കുടുംബശ്രീയുടെ പരിപാടിയാണ് ആകാശവാണിയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. പ്രതിവാര പരിപാടിയാണ്. എന്താണ് പ്രതിവാര പരിപാടി? അതാണ് മീനയുടെ ലോകം. അതായത് കുട്ടികളുടെ അവകാശങ്ങള്, അവരുടെ സ്വഭാവ രൂപീകരണം എന്നിവ മുഖ്യ എന്താ പറയുന്നത് ലക്ഷ്യമായിട്ട് മീന കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കി വരുന്ന സമഗ്ര പരിപാടിയുടെ രണ്ടാം ഘട്ടമായി യൂണിസെഫിന്റെ സഹായത്തോടു കൂടിയിട്ട്, യൂണിസെഫ് ആരുടെ സഹായത്തോടു കൂടി? യൂണിസെഫിന്റെ സഹായത്തോടു കൂടി ആകാശവാണിയിൽ ആരംഭിച്ച കുടുംബശ്രീയുടെ പ്രതിവാര പദ്ധതിയാണ് എന്ത്? മീനയുടെ. അപ്പൊ മീനയുടെ ലോകം പദ്ധതി ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ സഹായത്തോടു കൂടിയിട്ടാണ്? യൂണിസെഫിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ എന്താ ആദ്യം പഠിച്ച് ഓരോന്ന് പഠിച്ചു വന്നേ? കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലിന്റെ പേരാണ് സർക്കാർ ഏതാണ്? സുനീതി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആവിഷ്കരിച്ച തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ പേരാണ് സമന്വയ. ഇനി പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാര്, അവര് പ്രായപൂർത്തി ഉദ്ദേശിച്ചത് എന്താണ്? മുതിർന്ന പൗരന്മാര്, സോറി ട്ടോ, മുതിർന്ന പൗരന്മാർക്ക് ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് പല്ല് അല്ലെ, പല്ലുകളൊക്കെ കൃത്രിമ പല്ല് വെക്കുക, അനുബന്ധ ചികിത്സയ്ക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് പരിപാടി ആരംഭിച്ചതാണ് മന്ദഹാസ്. അതൊക്കെ മുമ്പ് പഠിച്ചതാ. രാജസ്ഥാനിൽ 2023 ആരംഭിച്ച വൈൽഡ് ലൈഫ് സാങ്ച്വറി സോർസൻ, അതാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഗീച്ചനും ഹാമിർഗഡും 2023 ആരംഭിച്ചതാണ്. സോർസനിൽ കാണപ്പെടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. ഗീച്ചൻ എന്തിന് പ്രധാനമാണ്? ദേശാടന പക്ഷികൾക്ക്. ഇനി അടുത്തത് കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ? രംഗശ്രീ പദ്ധതി എന്ന് പറഞ്ഞ. ഇനി വരയുടെ വെണ്മ
എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതെന്താണ്? കൊച്ചി മുസ്ലിംസ് ബിനാലെയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച ചിത്രകലാ പരിശീലന കളരിയാണത്. മീനയുടെ ലോകം എന്ന് പറയുന്നത് യൂണിസെഫിന്റെ സഹായത്തോടുകൂടി ആകാശവാണിയിൽ കുടുംബശ്രീ സംരക്ഷണം ചെയ്യുന്ന പ്രതിവാര പ്രേക്ഷണ പരിപാടിയാണ് മീനയുടെ ലോകം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പൊ 3 ചോദ്യം പഠിച്ചുള്ളൂ വെച്ചാലും കുറേ അധികം അനുബന്ധ വസ്തുക്കൾ പഠിച്ചു അല്ലെ. ഇനി അടുത്തത് 26-ാമത്തെ, അടുത്ത ചോദ്യം 26-ാമത്തെ പി വി മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ്, പി വി മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയത് ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. ഏതാണ് ആ പരിസ്ഥിതി പ്രവർത്തകൻ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ശ്രീമൻ നാരായണൻ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ശ്രീമൻ നാരായണൻ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ്. ശ്രീമൻ നാരായണൻ എന്ന പരിസ്ഥിതി പ്രവർത്തകൻ 26-ാമത്തെ പി വി മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടി. അപ്പോ ഇതിന്റെ പ്രത്യേകത, ശ്രീമൻ നാരായണൻ വേനൽക്കാലത്ത് പക്ഷികൾക്ക്, വെള്ളം കിട്ടാണ്ട് വരുന്ന പക്ഷികൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനായി 1 ലക്ഷം മൺപാത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അദ്ദേഹം പോട്ട് ഫോർ വാട്ടർ ഓഫ് ലൈഫ്, എന്താണ് അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതി? പോട്ട് ഫോർ വാട്ടർ ഓഫ് ലൈഫ്, പോട്ട് ഫോർ വാട്ടർ ഓഫ് ലൈഫ് പോട്ട് ഫോർ വാട്ടർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ തുടക്കം കുറിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ 2022 നമുക്കറിയാം പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടി നടത്താറുണ്ട് അല്ലേ. അദ്ദേഹത്തിന്റെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 87-ാമത്തെ അതിന്റെ എപ്പിസോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച കേരളീയൻ ആര് എന്ന് ചോദിച്ചു. അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് ശ്രീമൻ നാരായൺ. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ നമ്മൾ ഒന്നുകൂടി ഇത് പറയാണ്. 26-ാമത്തെ പി വി മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായൺ. അദ്ദേഹം വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ 1 ലക്ഷം മൺപാത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പോട്ട് ഫോർ വാട്ടർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 87-ാമത്തെ എപ്പിസോഡിൽ 2022 മാർച്ച് മാസം 27-ാം തീയതിയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് ആര്? നമ്മുടെ ശ്രീമൻ നാരായൺ. ഇനി അടുത്തത് ചന്ദ്രനിൽ, അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ഇന്ത്യ. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ആരാണ്? പി ടി ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ടി ഉഷ. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നൊക്കെ വിളിക്കുന്ന ലേഡിയാണ് പി ടി ഉഷ അല്ലെ. പി ടി ഉഷയുടെ ആത്മകഥ എന്താണെന്നൊന്ന് പഠിച്ചേ. പി ടി ഉഷയുടെ ആത്മകഥ ഗോൾഡൻ ഗേൾ. പി ടി ഉഷയുടെ ആത്മകഥ എന്താണ്? ഗോൾഡൻ ഗേൾ ആണ്. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? നമ്മുടെ പി ടി ഉഷ. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. അടുത്ത ചോദ്യം ഇതാണ്. 2022 ജാനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവയുടെ 50-ാം സംസ്ഥാന ദിനം ആഘോഷിച്ചു. 3 സംസ്ഥാനങ്ങൾ അവയുടെ 50-ാമത്തെ സംസ്ഥാന ദിനം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം രൂപീകരിച്ചിട്ട് 50-ാമത്തെ സംസ്ഥാന ദിനം ആചരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? താഴെ പറയുന്നവയിൽ അതിൽ പെടാത്ത സംസ്ഥാനം ചോദിച്ചങ്ങനെ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ പെടുന്നത് മാത്രം പഠിച്ചു വെക്കാം. മണിപ്പൂര്, അതുപോലെ തന്നെ മേഘാലയ, മണിപ്പൂര്, മേഘാലയ, ത്രിപുര. ഈ 3 സംസ്ഥാനങ്ങളാണ്. മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നീ 3 സംസ്ഥാനങ്ങൾ. മണിപ്പൂർ, മേഘാലയ, ത്രിപുര. 2022 ജാനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവയുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3 സംസ്ഥാനങ്ങളിൽ ഒന്നല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നാഗാലാൻഡ് ആയിരുന്നു, അതല്ലായിരുന്നു ആൻസർ. ആൻസർ ഏതൊക്കെയാണ്? നമ്മൾ ഈ 50-ാമത്തെ ദിനം ഈ സംസ്ഥാന ദിനം ആഘോഷിച്ചത് മണിപ്പൂരും മേഘാലയയും ത്രിപുരയും. മണിപ്പൂര്, മേഘാലയ, ത്രിപുര. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത ചോദ്യം. 2024 പുതുവർഷത്തിൽ 2024 പുതുവർഷ ദിനത്തിൽ 2024
പുതുവർഷ ദിനത്തില് എന്താ ഉണ്ടായെന്ന് പറയണേ? 7.5 സ്കെയിലിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശമായ സുനാമിയും അനുഭവപ്പെട്ട നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? എവിടെയാണ്? ജപ്പാനിലാണ്. ഇപ്പൊ 2024 7.5 റിക്ടർ സ്കെയിലില് 7.5 കാണിച്ച ഭൂകമ്പവും അതുപോലെ തന്നെ സുനാമിയും ഒക്കെ ഉണ്ടായത് ജപ്പാനിലെ നോട്ടോയിലാണ്. ജപ്പാനിലെ എവിടെയാണ്? നോട്ടോ. ജപ്പാനിലെ നോട്ടോയിലാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് COVID-19. എന്താണ്? COVID-19നുമായി ബന്ധപ്പെട്ട കാര്യം. ഈ COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കാൻ, അതായത് കുറെ ആൾക്കാർക്ക് തൊഴിൽ പോയി. അപ്പൊ തൊഴിൽ സൃഷ്ടിക്കാൻ, തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് എന്താണ്? എന്താണ് അതിന്റെ പേര്? ABRY. എന്താണ് ABRY? ആത്മനിർഭർ. പറഞ്ഞ ആത്മനിർഭർ. അടുത്തത് ഭാരത്. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, തൊഴിൽ നഷ്ടം വന്നിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ തൊഴിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ? ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഈ ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ആത്മനിർഭർ ഭാരത് യോജന, റോസ്ഗർ യോജന ആരംഭിച്ചത് 2020 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. 2020 ഒക്ടോബർ 1-നാണ് എന്നും കൂടി ഓർത്തു വെക്കാം. അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വഴിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. അത്രയും വേണമെന്നില്ല. ഇത് 2020 ഒക്ടോബർ 1-ന് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ മഹാരാഷ്ട്രയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴില് അല്ലെ തൊഴിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം. എത്രയോ അധികം നീട്ടിവലിച്ചിട്ടാണ് നമ്മുടെ സമയം കളയാന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതായത് വാർദ്ധക്യ പെൻഷൻ ഇല്ലേ മക്കളെ, നമ്മുടെ വാർദ്ധക്യ പെൻഷൻ കൊടുക്കേണ്ടത്. നമ്മൾ വാർദ്ധക്യ പെൻഷൻ എപ്പോഴാണ് കൊടുക്കുക? സാധാരണ പെൻഷൻ എപ്പോഴാണ് കൊടുക്കുക? 60 വയസ്സായവർക്കല്ലേ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുക. ഈ വാർദ്ധക്യ പെൻഷൻ 60-ൽ നിന്ന് 50-ആയിട്ട് കുറച്ചു. 50 വയസ്സുള്ളവർക്ക് വാർദ്ധക്യ പെൻഷൻ കൊണ്ടുവന്നത് എവിടെയാണ്? ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. എവിടെയാണ്? ജാർഖണ്ഡ്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയണേ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പൊ ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്കുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട അവർക്ക് സാമ്പത്തികപരമായിട്ട് എപ്പോഴും അവർ പിന്നോക്കാവസ്ഥയിലായിരിക്കുമല്ലോ. അപ്പൊ അതിന് വാർദ്ധക്യ പെൻഷനുകളിലെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച് സംസ്ഥാനമാണ് ഏത്? ജാർഖണ്ഡ്. കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 10 ക്വസ്റ്റ്യൻ ഒന്നല്ല, നമ്മൾ അനുബന്ധ വസ്തുക്കളും കുറച്ച് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ. എല്ലാവർക്കും ഒന്നും കൂടി ടീച്ചറുടെ ഹാപ്പി ക്രിസ്മസ്.